ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രെൻഡിങ് കാർട്ടൂൺ പിക്ക് എഡിറ്റിംഗ് വീഡിയോ ട്യൂട്ടോറിയലുമായിട്ടാണ്. ഇൻട്രോ പറഞ്ഞ് ഞാൻ നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ആപ്സ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലൊന്ന് ടൂൺമി, രണ്ടാമത്തെ ആപ്പ് പെൻഡ്രസ്, മൂന്നാമത്തെ ആപ്പ് ഇൻഷോട്ട്. ഇത് മൂന്നും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് ടൂൺമി ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ് വരും. കുറച്ച് വെയിറ്റ് ആക്കുക. അപ്പോൾ കുറേ കാർട്ടൂൺ ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ നമുക്ക് സെലക്ട് ആക്കാം. അപ്പോൾ എനിക്ക് നമുക്ക് എന്ത് ഫോട്ടോ ചെയ്യേണ്ടത് അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോട്ടോൻ്റെ റേഷ്യോ കണക്കാക്കാം. അത് അടിയിലേക്ക് തന്നെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സൂം ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന എറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ ഇങ്ങനെ പ്രോസസ്സായി കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കുറച്ച് ആഡ്സൊക്കെ വരും, അതെല്ലാം ബാക്ക് അടിച്ച് കളയാം. അപ്പോൾ നമ്മളെ കാർട്ടൂൺ പിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഓരോ പിക്സും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഗാലറി കിടപ്പുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. അതിന് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ആക്കാം. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിലും അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ട്യൂൺ ചെയ്ത് വെച്ച ഓരോ ഫോട്ടോസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് വേണ്ടത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അതിന് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ സെർച്ചിൽ പോയിട്ട് എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ട്, നോർമൽ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് എന്ത് വേണ്ടേ അതെല്ലാം സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇൻഷോട്ട് ആപ്പ് എടുക്കുക. അതിലേക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലസ് ബട്ടൺ നിൽക്കിയതിന് ശേഷം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് റേഷ്യോ കണക്കാക്കുക. താഴെ പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് വെച്ച ഓരോ ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. കളറെല്ലാം ചേഞ്ച് ആക്കി കൊടുക്കുക. ഫോൺസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഇത് ഡ്രാഗ് ചെയ്താൽ നീക്കി വെക്കാവുന്നതാണ്. ശേഷം മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കാർട്ടൂൺ പിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.